Nagras, Joyce, Iljo. Virtually the entire batch has to be on stage because the entire batch was involved with that program. So almost 2 years work on Asagan. It's worth it. It's worth every moment of it. All of you. Next is a contribution of all of you. I need all the editors to come and press this red button. Hey, red pressing. All of you are getting this coffee. Now, when we started off with this idea of a magazine or a souvenir or whatever we call it, there are 3 concepts behind that. Okay, one concept was that capture the changes. Second thing was whether we can capture the memories, and the third thing was whether we can capture the wisdom. George and even ഭയങ്കര wise persons ആണ് ജോർജ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു wisdom capture ചെയ്യാൻ പറ്റുമോ? This was a basic idea. But I will go back to Ashwini because she was the first person to conceptualize the initial part of it. So എല്ലാവരും കുറച്ച് കഥകൾ എഴുതുന്നു, ചിലർ കവിതകൾ എഴുതുന്നു, ചിലർ ഓർമ്മകൾ എഴുതുന്നു. അങ്ങനെയുള്ള ആർട്ടിക്കിൾസിന്റെ എല്ലാം കൂടെ ഒരു കമ്പൈലേഷൻ ആണല്ലോ സാധാരണ ഒരു മാഗസിൻ സുവനീർ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നു. പക്ഷെ അങ്ങനെയുള്ളതൊന്നും വായിക്കാൻ ഇപ്പോൾ പൊതുവേ നമുക്ക് വായന തന്നെ കുറവാണ്. പിന്നെ അങ്ങനെ നമ്മൾ എഴുതുന്ന ഒരു കഥയേക്കാൾ നന്നായിട്ട് കഥ എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, നമ്മൾ എഴുതുന്ന ഒരു കവിതയേക്കാൾ നന്നായി കവിത എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഫിക്ഷൻ താങ്ക് യു. അപ്പോൾ പക്ഷെ അതങ്ങനെ അത് വായിക്കാനുള്ള താല്പര്യം ഇപ്പോൾ ആർക്കും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ തന്നെ മെമ്മറീസ് നമ്മുടെ കഴിഞ്ഞ 25 വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ നമ്മുടെ 40 വർഷമോ നമുക്ക് ഓർത്തെടുക്കാനോ നമുക്കത് എടുക്കാനോ പറ്റിയ നമുക്കത് കൂടുതൽ എല്ലാവർക്കും വായിക്കാൻ താല്പര്യം ഉണ്ടാകുന്നു. മാത്രമല്ല നമ്മുടെ ഒരു എന്താ പറയുക, നമുക്കതൊരു മെറ്റീരിയലൈസ് ചെയ്താൽ നമുക്ക് എന്നത്തേക്കും ഓർമ്മ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, എല്ലാവർക്കും എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളായിട്ട് ഈ മാഗസിനെ ഡിവൈഡ് ചെയ്യണമെന്നും അതിനകത്ത് എല്ലാവരോടും അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ച് ആ ഒരു തരത്തിൽ വേണം നമ്മുടെ ഒരു മാഗസിൻ എന്നുള്ളൊരു തോന്നൽ ആദ്യം തോന്നിയിരുന്നു. അത് പറഞ്ഞു അതുപോലെ തന്നെ മെറ്റീരിയലൈസ് ചെയ്യാൻ അതിന് ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ളൊരു ഗ്രൂപ്പ് വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. പിന്നെ ഇത് എഴുതി തന്ന എല്ലാവരും ഓരോരുത്തരോടും ഓരോ ക്വസ്റ്റ്യൻസിനും നമ്മൾ പ്രതീക്ഷിക്കാത്ത എല്ലാ ക്വസ്റ്റ്യൻസിനും എല്ലാവരും എഴുതുമല്ല, പക്ഷെ ഓരോ ക്വസ്റ്റ്യൻസിനും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ഒക്കെ വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരിക്കലും പിന്നെ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ആ ഒരു മെമ്മറി കൂടെ ഈ ഒരു 1 ഇയറിൽ കടന്നു പോകാൻ പറ്റിയത് ഒരു ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നു. കഴിഞ്ഞ റിയൂണിയൻ കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളതിൽ നിന്നാണ് ഒരു മാഗസിൻ ഇറക്കാമെന്നൊരു ചിന്ത. ഈ റിയൂണിയൻ കഴിഞ്ഞിട്ട് അടുത്ത സിനിമയായിരിക്കും. അതുകൊണ്ട് ലാസ്റ്റ് റിയൂണിയൻ കഴിഞ്ഞ് ആ സന്തോഷത്തിൽ അന്ന് കഴിഞ്ഞാൽ അല്ലാണ്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടിരുന്നു നമുക്കൊരു സുവനീർ ഇറക്കിയാലോ. എന്റെ ഉദ്ദേശം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം സുവനീർ ഇറക്കി ഈ വർഷം റിയൂണിയൻ പ്ലാൻ ചെയ്യാമെന്നായിരുന്നു. ആരുണ്ടായിരുന്നു ഇച്ചിലൂടെ മെഗാ പരിപാടിയാക്കി റിയൂണിയനും സുവനീർ റിലീസും എല്ലാം കൂടെ ഒരുമിച്ചാക്കി. അത്യാവശ്യം നമ്മുടെ ബാച്ചിൽ അക്ഷരബോധമുള്ളത് അവന് മാത്രമേ ഉള്ളൂ. അക്ഷരവിരോധിയായ നീ എന്തിനു മാഗസിൻ ട്രൈ ചെയ്ത് പല തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നമിതയിലെ എഴുത്തുകാരി ജെറാൾഡിന്റെ എഴുത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതമായിപ്പോയി. ഞാൻ സത്യമായിട്ടും നല്ല കുഴപ്പമായിരുന്നു. അപ്പോൾ ഒരു ചിലതൊക്കെ എടുക്കുമ്പോഴത്തേനും ചിലതൊക്കെ ഡിലീറ്റ് ചെയ്യപ്പോൾ തന്നെ ഇന്ന് ലാലിനെ മെസ്സേജ് കുഴപ്പമായോ, പക്ഷെ ലാലി ഇവരേക്ക് ഇങ്ങനെ ഇവരെ പാറ്റ് ഇങ്ങനെ എന്താ പറയാ സുപ്രിയ പറയുമ്പോൾ ഒരു മെസ്സേജ് തിരിച്ചയക്കുക, വേറെ എന്താ പറയുക. അപ്പോൾ ഭയങ്കര ഒരു ലാലിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ വീട്ടിലെ ബോറടിക്കുന്നത് ഇവരുടെ കമ്പനിയെ കൂടാന്ന് വിചാരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൂടി ഇറക്കിയത്. പിന്നെ ഞാൻ ആക്ച്വലി എനിക്കൊരു കുറച്ച് എഴുതങ്ങനെയൊക്കെ, പക്ഷെ എന്റെ എഴുത്ത് ഈ നമിതയുടെ മുന്നിലൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ നമിതയെ പോലുള്ള ഒരു എഴുത്തുകാരെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ നമിതയുടെ എഴുത്തൊക്കെ മിസ്സായി. പിന്നെ ജെറാൾഡ് പറയുന്ന അപ്പം തന്നെ പുള്ളി എല്ലാം എഴുതി ആ എല്ലാവരും കൊണ്ടുപോകുന്ന കാര്യം
പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലാലിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നു. പിന്നെ അശ്വതിയുടെ ഈ ദേവി അശ്വതിയൊക്കെ എനിക്ക് തോന്നുന്നത് ഒന്ന് പെർഫെക്ഷനിസ്റ്റാണ്. ഈ കളേഴ്സിന്റെ പാലറ്റ് വ്യത്യാസം, ഇതിന്റെ എന്താ പറയാ, ഒരു ഫീലിംഗ് ആണ് ഈ ബുക്ക്. റൊണാൾഡോ അത് എടുത്തിട്ടുള്ളത് അവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ഈ കൺസൈസ്ഡ് രൂപത്തിലാക്കിയത്. അതുപോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവർക്ക് എഴുതാൻ പറ്റുന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒന്നും നമുക്കത് മനസ്സിലായില്ല. എന്ത് ഈ ചെയ്യണം ആയിട്ട് വരണമെങ്കിൽ ഇത്രയും വർക്ക് ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. പലരും പറയും ഒന്നും ലിഞ്ചു. പക്ഷെ എടാ എത്ര വർഷം നമ്മൾ റൂംമേറ്റ്സ് ആയിരുന്നു. ഐ നെവർ ന്യൂ. ലിഞ്ചോയുടെ അമ്മ മലയാളം ടീച്ചറാണ്. ഈ അൾട്ടിമേറ്റ്ലി അവൻ പറയുന്നത് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നു, പിന്നെ നമുക്ക് ചെയ്തേക്കാം. ഐ ഓൾവേസ് തിങ്ക് ലൈക്ക് ദാറ്റ്. ഐ ഓൾവേസ് ഹാഡ് ദിസ് ഫീലിംഗ് ലൈക്ക് നടക്കില്ല എന്നൊരു കൺസെപ്റ്റ് എനിക്ക് പണ്ടോട്ടില്ല. വാട്ട് എവർ വി ഡു വിൽ ഡു ഇറ്റ്. സോ ഐ നെവർ റിയലൈസ്ഡ് ദാറ്റ് പാർട്ട് ഓഫ് മീ വാസ് സ്റ്റിൽ ദേർ. കേട്ടോ, ഞങ്ങളെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുന്നത് കണ്ട് ഇത്രയും നേരം എല്ലാവരും സഹിച്ചല്ലോ. പലരെയും ആദ്യമായിട്ട് എനിക്ക് സുപ്രിയ ഒന്നും കമന്റ്സ് പറയാം കേട്ടോ. സീരിയസ്ലി ഞാനത് ഗ്രൂപ്പിൽ ഓൾറെഡി പറയും.